വാവ്, നമ്മൾ അറിയാതെ വന്ന് പെട്ടുപോയത് കേട്ടാ. അതായത് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളോട് പറഞ്ഞ വഴി നമ്മള് വന്നതാട്ടോ. ശരിക്കും ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തന്നൊരു വസന്താണിത്. ശരിക്കും ഞങ്ങള് മൂന്നാർക്ക് പോകുന്ന വഴിയില് പൊക്കോണ്ടിരുന്ന വഴിയിൽ ഒരു ബൈ റൂട്ട് കാണിച്ചു തന്നൊരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നു. അതുവഴി ഞങ്ങൾ പോയപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ചില സമയത്ത് നമ്മൾ പോകാൻ തന്നെ തീരുമാനിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയെന്ന് വരണം എന്നില്ല. പക്ഷെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷെ പൊളിയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ കരുതിയത് നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയിട്ടുള്ള മലരിക്കൽ ആമ്പൽപ്പാടം ഇല്ലേ, അതാകുമെന്നാട്ടോ. ഇത് അമ്പാട്ടുകടവാണ്. ശരിക്കും പനച്ചിക്കാട് അമ്പലമൊക്കെ ഇല്ലേ, അതിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് കേട്ടോ ഇത് സ്ഥലം വരുന്നത്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂന്നാർ കാന്തല്ലൂരായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടിട്ട് എങ്ങനെയാ അവിടെ ഇറങ്ങാണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി അങ്ങനെ 1 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇത്രയും നല്ലൊരു മനോഹര കാഴ്ച കാണുന്നതിന് ഒരാൾക്ക് അവർ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു 100 രൂപ മാത്രമാണ് ഒരാൾക്ക്. ആ ഒരു വഞ്ചിയിൽ അവർ ഫുള്ള് 1 മണിക്കൂർ നമ്മളെ കാണിച്ച് എല്ലാം കറക്കി തരുന്നതിന് 100 രൂപ. ഈ മലരിക്കൽ ആമ്പൽപ്പാടം ഇല്ലേ, അടിപൊളിയാണ്. റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ റീലിലൊക്കെ കണ്ടിട്ട് കൊള്ളാം. പക്ഷെ അവിടെ പക്ഷേ കുറേയും കൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇത് വർത്താണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോകണം. കാരണം ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്, ഒക്ടോബർ 2025. അപ്പം അടുത്ത മാസം നവംബർ ഒരു പാതി വരെ ഈ ഒരു കാഴ്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ നെല്ല് വിതച്ച് നെൽകൃഷിയായിരിക്കും അവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്ത സീസൺ ആവുമ്പോൾ ഇതുപോലെ ആമ്പല് വീണ്ടും വിരിയും. കോട്ടയം ജില്ല, പുതുപ്പള്ളി പഞ്ചായത്ത്. നല്ല ഇവിടെ ലാസ്റ്റ്. പനച്ചിക്കാട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഓ, ഞാൻ വന്നിട്ടുണ്ട്. സരസ്വതി ദേവി ക്ഷേത്രല്ലേ? വന്നിട്ടുണ്ട് പണ്ട് മമ്മിയുടെ കൂടെ. ഏക്കറാണ് കേട്ടോ ഈ ഒരു ആമ്പൽപ്പാടം. ഇത് അതായത് ഇങ്ങനെ കുറേ സമയം നമുക്കത് കണ്ട് രസിക്കാനുള്ളത് അവിടെ ഉണ്ട്. ഞങ്ങൾ ശരിക്കും രാവിലെ ടൈമാണ്, നമ്മളെ വീട്ടിൽ നിന്നൊരു 5:30 ടൈമിലാണ് ഇറങ്ങിയത്. അവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പം ഒരു 6:30-7 മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തി. അപ്പം നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. അപ്പം രാവിലെയൊക്കെ സമയത്ത് പോകാമെങ്കിൽ കുറേയും കൂടെ നല്ലതായിരിക്കും. പിന്നെ ആ വഞ്ചിയിലെ ചേട്ടൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ചേട്ടൻ ഭയങ്കര ജോളിയായിരുന്നു. നമുക്ക് ആമ്പൽപ്പൂക്ക് ഒരുപാട് ആമ്പൽപ്പൂ അങ്ങ് പിച്ചി തരായിരുന്നു. കാരണം നമ്മൾ മൂന്നാർക്ക് പോകുന്നതുകൊണ്ട് ഇതെല്ലാം പിച്ചി നമ്മൾ വാങ്ങിച്ചിട്ട് വെറുതെ ചീഞ്ഞ് പോകും വണ്ടിയിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചേട്ടന് തിരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ കൊണ്ട് വെക്കാമെങ്കിൽ ഒരു 4-5 ദിവസം അങ്ങനെ വെള്ളത്തിൽ വെക്കാമെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമെന്നാണ്. ഇടയ്ക്ക് വാടും പിന്നെ വിരിയെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി തിരിച്ച് കൊടുത്തിട്ട് വന്നപ്പോൾ. പിന്നെ എന്തിനാ വെറുതെ മറ്റാർക്കെങ്കിലും കൊടുക്കുമല്ലോ. ശരിക്കും ഇതിങ്ങനെ അവിടെ നിന്ന് തന്നെ ഈ ആമ്പൽ പിച്ചി നമുക്ക് വേണ്ടി എടുത്ത് തരുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ഒരു സങ്കടം. അത്രത്തോളം ഇങ്ങനെ നല്ല ഭംഗിയായിട്ടോ ഇത് നിൽക്കുന്ന കാണാനേ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നും എന്തിനാണ് എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻ്റ് എന്ന്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഇത്രത്തോളം ആമ്പൽ കാണും. ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വഞ്ചിയിൽ പോകുന്നതും ഇതുപോലെ ഇത്രയും ആമ്പൽ കെട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നതും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുന്നത്. പിന്നെ റാമുട്ടിനെ കൊണ്ട് പോകുന്ന ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ സേഫാണ്. കുട്ടികൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല, അല്ലെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ലെന്ന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതായത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നാണ് ആൾ പറഞ്ഞത്. കുറച്ച് വെള്ളമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോവാം. നമ്മള് ചിലപ്പോൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസരം കിട്ടത്തില്ല അല്ലേ?
മണിക്കൂർ യാത്രയുള്ളൂ ഓച്ചിറയിന്ന്. അപ്പൊ അടൂർന്നാകുമ്പോഴും കുറച്ചുകൂടെ കുറവല്ലേ. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആരും ഇട്ടും റീലിലോ ഒന്നും കണ്ടതേ ഇല്ല. ഇത് അടുത്ത ഫാമിലി വരുന്നോ? ഇത്ര ഭംഗിയല്ലേ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ ആ വഞ്ചിയിലെ ചേട്ടൻ പറഞ്ഞ് എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ വഞ്ചിയിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാമെന്ന്. ഓക്കെ, നമ്മളിങ്ങനെ ആരെങ്കിലും ഫോട്ടോ എടുത്ത് തരുമോ എന്നുള്ള രീതിയിൽ നോക്കിയിരുന്നപ്പോഴാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ പൊക്കോണ്ടിരുന്ന ആ വഞ്ചിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അടുത്തൊരു വഞ്ചിയിൽ ചേട്ടന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കയറ്റി കേട്ടോ. അമ്മ പോയിട്ട് വരാം കേട്ടോ രാമേ. അയ്യോ, രാമന്റെ അമ്മയെ കൊണ്ടുവന്നേ. രാമുട്ടൻ വിചാരിച്ച് അവനെ കൊണ്ടുപോകാതെ ഞാൻ ഒറ്റയ്ക്ക് പോവാണെന്ന്. അപ്പൊ അതിനത് സങ്കടമായി കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി നേരം കഴിഞ്ഞപ്പം ഓക്കെ ആയി ആള്. അമ്മ ഫോട്ടോ എടുത്തിട്ട് വരാം. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട് ആളുകള്, ഫോട്ടോഷൂട്ട്. ആ എന്നല്ലേ. സീനാന്നത് ഇവിടെ കാണാൻ നിർത്തിയെടുക്ക. ആ അങ്ങനെ ആ ചേട്ടൻ തന്നെ നമ്മുടെ ഫോണിൽ കുറേ ഫോട്ടോസ് തന്നെ പല രീതി ചേട്ടൻ തന്നെ അങ്ങനെ കുറേ പോസൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നുണ്ട്. ഇവർ എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടായിരിക്കും നല്ല പ്രൊഫഷണൽ അല്ലെങ്കിൽ ക്യാമറമാൻ എടുക്കുന്ന അതേ രീതിയിലൊക്കെ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കരയിലേക്ക് ഇങ്ങ് എത്തി. ഈ വെള്ളം എപ്പോഴും ഇവിടെ ഉണ്ടോ അതോ ഇല്ല? ഈ മാസം കഴിഞ്ഞാൽ കേറ്റില്ല. കൃഷിയാ. അപ്പോളേ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും അവിടെ പോകണം, ഇനിയും പോകണം, അവിടെ അമ്പൽപ്പൂ എല്ലാം വിരിഞ്ഞിട്ടുണ്ടോ അല്ലെ എല്ലാം കഴിഞ്ഞോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും സ്ഥലം ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ബൈ.